ഹലോ ഗായ്സ്, മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, അവിടെ പോയിട്ടും ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ മല്ലപ്പള്ളിയിലെ ചന്ത ദിവസം നിങ്ങൾ പോയിട്ടുണ്ടോ? അതെ, ചൊവ്വ ദിവസവും വെള്ളി ദിവസമാണ് ഈ ഒരു ചന്ത ദിവസം വരുന്നത്. ഞാൻ ഇതിലേക്കൂടെ പോയപ്പോൾ ഭയങ്കര തിരക്ക് കണ്ടിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇന്ന് ചന്ത ദിവസമാണെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാൻ ഓർത്തു കേട്ടോ. മല്ലപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് മാറിയിട്ട് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ അതുപോലെ മുത്തൂറ്റിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ഈ ഒരു ചന്തയുടെ പ്ലേസ് വരുന്നത്. ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വന്നാണ് കെട്ടുകിടക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത് കേട്ടോ, നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പോയത്. ഇത് കയറുന്നിടത്ത് തന്നെ കുറേ ചീരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പല 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 വെറൈറ്റി ചീരകളായിട്ട് വേണം, ചുവപ്പ് ചീര, പച്ച ചീര, അങ്ങനെ വെറൈറ്റി ടൈപ്പിലുള്ള ചീരകളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ എൻട്രി. ഇതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ പക്കായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. കണ്ടോ, കടച്ചക്ക, അമ്പഴങ്ങ, മാങ്ങ, അങ്ങനെ മച്ചാറിടുന്ന വിവിധ തരത്തിലുള്ള പല പല ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ ദേ നല്ല നാടൻ മാമ്പഴം ഉണ്ടല്ലോ, നല്ല നാടൻ മാമ്പഴം ഇവിടെ കിട്ടും കേട്ടോ. ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നതോറും ഞാൻ ഓർത്ത് ഇതിപ്പോൾ തിരുന്ന് ഓർന്നു, പക്ഷേ മുന്നോട്ട് പോകുന്നതോറും ഓരോരോ സെയിൽസിൻ്റെ ബഹളമാണ് കേട്ടോ. ഈ തോന്നുന്നത് കൂടുതൽ നാടൻ വിപണന സാധനങ്ങൾ മാത്രമാണ് വിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഈ പച്ചമാങ്ങയുടെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ, നല്ല പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല കരിം പച്ച മാങ്ങയാണ്. എനിക്ക് തോന്നുന്നത് ഈ മല്ലപ്പള്ളിക്കാർ ചൊവ്വയും വെള്ളിയും മാത്രമാണെന്ന് തോന്നുന്നു സാധനങ്ങൾ വാങ്ങുന്നത്. അതുപോലെയാണ് ആൾക്കാർ വാങ്ങിച്ച് കൂട്ടുന്നത് കേട്ടോ. എല്ലാ ആഴ്ചകളിലും ചൊവ്വയും വെള്ളിയാണ് ഈ ഒരു ചന്ത ദിവസം വരുന്നതാണ് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഓർത്ത ഈ മീൻ ഐറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ലെന്ന് ഓർത്തോട്ടത്. ഒരുപാട് മീൻ ഐറ്റംസ് ഉണ്ട്, കായലിലെ മീൻ ഐറ്റംസാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇത് മാത്രമല്ല കേട്ടോ, കടലിലെ മീനുകൾ കൊണ്ട് കേട്ടോ, നല്ല വിലക്കുറവാണ്. ഈ അയിലയൊക്കെ 1 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. അങ്ങേയറ്റം കിടക്കുന്ന കുഞ്ഞു മത്തിയാണ് 120 രൂപ. പിന്നെ വലിയ മത്തിക്ക് 200 രൂപയാണ്. സബോള പല പല സ്റ്റൈലിൽ പല പല വിലകളാണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ച സബോള എന്ന് പറയുന്നത് 2 കിലോയ്ക്ക് 30 രൂപയായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി കുടംപുളിയും വാങ്ങിച്ചു കേട്ടോ. നല്ല കുടംപുളിയാന്ന് പറഞ്ഞു, ഒരു ശക്കല വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുടംപുളിയും അതുപോലെ തന്നെ സബോളയുമാണ് വാങ്ങിച്ചത്. ആക്ച്വലി ഞാൻ ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്, പക്ഷേ ഞാൻ അത്ര സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇത് ഐറ്റംസ് തീരുന്നില്ല കേട്ടോ. ഈ ഒരു സാധനങ്ങൾ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ തന്നെ നോക്കി തുണിത്തരങ്ങൾ, വിവിധ തരത്തിലുള്ള കുട്ടികൾക്കിടാനുള്ള പാൻറ്റീസും കാര്യങ്ങളും, അതുപോലെയുള്ള ബെർമുഡ ടൈപ്പ് മുണ്ട്, ഷർട്ട്, ഷോള്, അങ്ങനെ നിരവധി നീളുന്ന ലിസ്റ്റുകൾ. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതാണ് അച്ചാർ ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഇത് കേട്ടോ, വെറൈറ്റി കത്തികളാണ്. ഏതൊക്കെ ഷേപ്പിൽ, എങ്ങനത്തെ ഷേപ്പിലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാരുടെ കയ്യിൽ വലിയ കിറ്റുകളാണ്, ആ കയ്യിലും ഈ കയ്യിലും ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞു സഞ്ചി മാത്രമേ ഉള്ളത്. കപ്പയും കിഴങ്ങും കാച്ചിലും എല്ലാമായിട്ട് വെറൈറ്റി ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഞാൻ വാങ്ങിച്ച പുളി എന്ന് പറയുന്നത്. പിന്നെ സബോള ഞാൻ വാങ്ങിച്ചത് നിങ്ങൾ ഓർക്കും, ഇനി 30 രൂപയ്ക്ക് 2 കിലോ കിട്ടിയപ്പോൾ ക്വാളിറ്റി കുറവായത്. ഒരു ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയിലുള്ള സബോളയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഈ 2 സാധനങ്ങളോട് വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അത്ര സീ യു.